വിജയണ്ണന്റെ കുരുവി പടം പ്രഭാസിന്റെ ഛത്രപതി എന്ന് പറയുന്ന പടത്തിന്റെ അൺഒഫീഷ്യൽ റീമേക്ക് ആണ്. ഇന്ന് ആ രണ്ട് പടത്തിന്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിജയണ്ണന്റെ കുറെ പറക്കുന്ന ഷോട്ട് ഇട്ടിട്ട് വിജയണ്ണന്റെ കുരുവിനെ മാക്സിമം കളിയാക്കുന്ന ഒരു വീഡിയോ അല്ല അത്. ഞാൻ അത്രക്കാരൻ രണ്ട് പടം എടുത്ത് നല്ല രീതിക്ക് അനലൈസ് ചെയ്ത് റീമേക്കിൽ എന്തൊക്കെ എലമെന്റ്സ് ആണ് ഏറ്റവും നന്നായിട്ട് വന്നത്, ഒറിജിനലില് എന്തൊക്കെ എലമെന്റ്സ് ആണ് റീമേക്കിനേക്കാളും മോശമായി വന്നതെന്ന് കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ ആണത്. പക്ഷെ നമ്മൾ രണ്ട് പടത്തിനെയും ഈക്വൽ ആയിട്ട് കളിയാക്കുന്നതായിരിക്കും. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ കുരുവി പടം കുറച്ചാൾ മുമ്പ് പിന്നെ ഇരുന്ന് കണ്ടു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് കുരുവി അത്ര മോശം പടമൊന്നുമല്ല. അന്ന് ചില പറക്കൽ സീൻ ഒഴിച്ച് അത്യാവശ്യം ഒരു പക്കാ ഡീസന്റ് കൊമേഴ്ഷ്യൽ പടമാണ്. കുരുവി ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ടത് 2009 10 എങ്ങാണ്ടാണ്. കുരുവി ഇറങ്ങിയത് 2008 അന്നൊക്കെ 1-2 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പടം ടി വിയിൽ വരുള്ളൂ. അന്നേ ടി വി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട പടമാണ് കുരുവി. ആയിക്കോട്ടെ ഛത്രപതി ആയിക്കോട്ടെ, രണ്ട് പടവും പ്രഭാസിന്റെയും വിജയുടെയും ആ ടൈമിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് പടങ്ങളായിരുന്നു. ഗില്ലി പണ്ടാറ ഹിറ്റ് അടിച്ച് വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഫസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ പടമായിട്ട് അതിന്റെ സംവിധായകൻ ധരണി വിജയുടെ ഒപ്പം ചെയ്യുന്ന സെക്കൻഡ് പടമാണ് കുരുവി. ഗില്ലി ഓൾറെഡി ഒക്കടു എന്ന് പറയുന്ന മഹേഷ് ബാബു പടത്തിന്റെ റീമേക്ക് ആണ്. അതുകൊണ്ട് തന്നെ രണ്ടാമതും ഒരു തെലുങ്ക് പടം തപ്പി പിടിച്ചുകൊണ്ട് വരെയാണ് ധരണി. അതാണ് പ്രഭാസിന്റെ ഛത്രപതി. പക്ഷേ ഇത് ഒഫീഷ്യലായിട്ട് റൈറ്റ്സ് മേടിച്ച് റീമേക്ക് ചെയ്തതല്ല, ഇത് അൺഒഫീഷ്യൽ റീമേക്ക് ആണ്. അതുകൊണ്ട് തന്നെ കഥ അതേപടി എടുത്തു വെക്കാൻ പറ്റില്ല. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഇനി ഛത്രപതിയിലേക്ക് വരികയാണെങ്കിൽ 2005 ചക്രം എന്ന് പറയുന്ന ഒരു പടം ഫ്ലോപ്പായി നിൽക്കുമ്പോൾ ആ ചക്രല്ല, പ്രഭാസിന്റെ ചക്രം എന്ന് പറയുന്ന പടം ഒരു വലിയൊരു ഫ്ലോപ്പായിട്ട് നിൽക്കുമ്പോൾ അന്നേ വരെ ഒറ്റ പടം പോലും തോറ്റിട്ടില്ലാത്ത ഒരു സംവിധായകന്റെ ഒപ്പം അങ്ങനെ ഒരു പടം ചെയ്യാൻ പോവാണ്. SS രാജമൗലി. പ്രഭാസ് രാജമൗലി ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ പടത്തിൽ നിന്നാണ്. ഈ ഫ്രണ്ട്ഷിപ്പ് പിന്നെ ഭാവിയിൽ ഇന്ത്യൻ സിനിമയുടെ തലവര തന്നെ മായ്ക്കുന്നു നമ്മൾ അറിഞ്ഞില്ല. അതുമാത്രമല്ല KGFലെ അമ്മ സെന്റിമെന്റ്സ്, നറാച്ചി കോൺസെപ്റ്റ് ഇതൊക്കെ ഈ പടത്തിൽ നിർത്താണ്. ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. വിജയുടെ ഏറ്റവും വലിയ കരിയറിലെ ഏറ്റവും വലിയ ട്രോൾ മെറ്റീരിയൽ ആയിട്ട് കാണുന്നതാണ് ഈ പടത്തിലത്തെ ആ പറക്കുന്ന ഇൻട്രോ. നിങ്ങൾ പ്രഭാസിന്റെ ഇൻട്രോ കണ്ടിട്ടുണ്ടല്ലോ? ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് അങ്ങോട്ട് നോക്കി. ഛത്രപതി 2005 ഇറങ്ങിയ പടമാണ്. അതുകൊണ്ട് തന്നെ തെലുങ്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന പോലെ 4 പാട്ട്, 5 ഫൈറ്റ്, റൊമാൻറ്റിക് ട്രാക്ക്, കോമഡി ട്രാക്ക് ഇങ്ങനെ എടുത്ത ഒരു സാധാ കൊമേഴ്ഷ്യൽ പടമാണ്. പക്ഷേ ഇതൊരു ഗാങ്സ്റ്റർ പടമാണ്. അപ്പൊ അതിന് അതിൻ്റെതായ സീരിയസ്നെസ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ സെന്റിമെന്റ്സ്, ഛത്രപതി ശിവാജി സ്റ്റോറി, മിത്തോളജി കണക്ഷൻ, അങ്ങനെ രാജമൗലിയുടെ സ്റ്റൈലില് പീക്ക് സ്റ്റോറി ടെല്ലിംഗ്, പീക്ക് ഇമോഷണൽ കണക്ട്. പക്ഷേ അത് അതേപടി ഇങ്ങനെ എടുത്തിട്ട് 19 കോമഡി സീൻസും കുത്തിക്കയറ്റി വിജയണ്ണന് വേണ്ടി മാറ്റി എഴുതി തമിഴ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന പോലെ കുറെ മസാല സാധനങ്ങളൊക്കെ ചേർത്ത് എടുത്ത പടമാണ് കുരുവി. ഇതേ മോഡലില് തെലുങ്ക് ഓഡിയൻസിന് വേണ്ട രീതിയിലുള്ള പാട്ട്, ഫൈറ്റ്, ഓവർ ദ ടോപ്പ് സീൻസ് അതൊക്കെ വെച്ചിട്ടും സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ സട്ടിലായിട്ടും സീരിയസ് ആയിട്ട് കൊടുത്ത ഒരു പടം അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മാസ്, BGM, മസാല എന്ന് പറഞ്ഞ് അടിച്ചടിച്ച് കയറ്റി എടുത്ത പടമാണ് ഗില്ലി. പക്ഷേ അത് വർക്കൗട്ട് ആയ പോലെ ഇത് വർക്കൗട്ട് ആയില്ല. എന്തുകൊണ്ട്? റൈറ്റിംഗ് ആൻഡ് ക്യാരക്ടറൈസേഷൻ. നേരത്തെ പറഞ്ഞ പോലെ കുരുവി എടുത്തു നോക്കിയ ഒരു 10-56 സീൻ പടത്തിന് വേണ്ടി വെച്ച കോമഡി ആൻഡ് ടിപ്പിക്കൽ ലവ് ട്രാക്ക് സീൻ. ഛത്രപതിയിലും സെയിം സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 2.5 മണിക്കൂറിൽ കൂടിപ്പോയ ഒരു 10 സീന് ഒരു കോമഡി സീൻസ് ഉള്ളൂ. കാരണം ആ പടം ഒരു ഗാങ്സ്റ്റർ പടം, സ്ലേവറി, ഡെത്ത്, ബ്ലഡ് ഇങ്ങനെ സീരിയസ് സിറ്റുവേഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പടം. പക്ഷേ കൊമേഴ്ഷ്യൽ പടം, ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള എല്ലാ കൊമേഴ്ഷ്യൽ എലമെന്റ്സും അതിലുണ്ട്. പക്ഷെ കുരുവി എടുത്തു നോക്കിയ വിജയുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, വില്ലന്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, വിവേകിന്റെ ക്യാരക്ടർ, തൃഷ, അങ്ങനെ എല്ലാവരും ലൗഡായിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഞാൻ അങ്ങനെയാടാ ഇങ്ങനെയാടാന്ന് പറഞ്ഞ് വിജയുടെ ക്യാരക്ടർ തന്നെ സ്വയം പുകഴ്ത്തി 2-3 സീനിൽ പറയുന്നുണ്ട്. ബട്ട് ഛത്രപതി എടുത്തു നോക്കിയാൽ പ്രഭാസിന്റെ ക്യാരക്ടർ റിയൽ ലൈഫിൽ പുള്ളിയുള്ള പോലെ ഒരു ഇൻട്രോവേർട്ട്. ആ പടം ഒരു 2.5 മണിക്കൂറുണ്ട്. പക്ഷേ പ്രഭാസിന്റെ മൊത്തം ഡയലോഗ് ആ പടത്തിൽ എടുത്തു നോക്കിയാൽ 1.5 പേജ് കാണും. അതിന്റെ ഇന്റർവെല്ലിൽ ഒരു ചെറിയൊരു മാസ് സീൻ വരും. അതിലാണ് പുള്ളി ഫസ്റ്റ് ഹാഫിൽ ആകെപ്പാട് ഒരു 4 സെന്റൻസ് ഡയലോഗ് പറയുന്നത്. കൂടുതലും പ്രഭാസ് ഫിസിക്ക്, എക്സ്പ്രഷൻസ്, ഇമോഷൻസ് ഇങ്ങനെ പ്രഭാസിന്റെ ഉള്ള ഒരു ആക്ടറിനെ കൂടെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. മാസ് സീൻസിലും ഇമോഷണൽ സീൻസിലും വരെ പുള്ളിയുടെ ഒറ്റ നോട്ടം കൊണ്ടോ ചിലപ്പോൾ 1-2 വാക്കുകൾ കൊണ്ടൊക്കെ ആ ഇമോഷൻ പുള്ളി കൺവേ ചെയ്യും. ഇനി ഛത്രപതിയുടെ കുരുവിയുടെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ, ഛത്രപതിയിൽ ശ്രീലങ്കയിലാണ് ഹീറോയും ഹീറോന്റെ അമ്മയും അനിയനും ഉള്ളത്. ഹീറോന്റെ പേര് ശിവാജി. ചെറുപ്പം തൊട്ട് അമ്മ പറയുന്ന ഛത്രപതി ശിവാജിയുടെ കഥകൾ കേട്ട് അതുപോലെ വലിയൊരു ഹീറോ ആവാൻ ഭയങ്കര ആഗ്രഹമുണ്ട്.
പക്ഷെ ഹീറോന്റെ അനിയന് ഹീറോനെ ഇഷ്ടമല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഹീറോന്റെ അമ്മ പുള്ളിയുടെ റിയൽ അമ്മയല്ല, ഹീറോന്റെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചാണ്. പക്ഷേ ആ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവനാണ്. അങ്ങനെ പുള്ളിയുടെ അനിയന് പുള്ളിനോട് ഒരു ഈഗോ ഇഷ്യൂ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു യുദ്ധം പോലത്തെ ഒരു സെറ്റപ്പ് നടക്കും. അതിലവരെല്ലാവരും ബോട്ടിൽ കയറി ഇന്ത്യയിലേക്ക് കടക്കുന്നതിന്റെ ഇടയിൽ ഇവർ രണ്ടുപേരും തമ്മിൽ വേർപിരിയും. പക്ഷെ ഹീറോ ചെന്ന് പെടുന്നത് ഈ വന്നവരൊക്കെ അടിമകളായിട്ട് വെച്ച് അയാളുടെ കള്ളക്കടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡോണിന്റെ കയ്യിലാണ്. ഈ ഡോണിന് അയാളെക്കാളും വലിയ ടെറർ ആയിട്ടുള്ള ബീഹാറിലെ ബാൻഡിറ്റ് ആയിട്ടുള്ള ഒരു ചേട്ടനുണ്ട്. അപ്പോ ഈ ഡോണിന്റെ ആട്ടുചുപ്പൊക്കെ സഹിച്ച് ഇവർക്ക് വേണ്ടി തല്ലുണ്ടാക്കിയും കള്ളക്കടത്ത് ചെയ്തും ഇവരങ്ങനെ വളരും. അങ്ങനെ 1-2 ഇമോഷണൽ ഇൻസിഡൻസ് നടന്നതിന് ശേഷം ഈ ഡോണിനെ ഈ വളർന്നു വലുതായ ഇവനും ഗ്യാങ് കൂടെ കൊന്നുകളയും. അങ്ങനെ അവിടെ കഷ്ടപ്പെട്ട് നരകിച്ച ജനങ്ങൾക്ക് ഇവനൊരു ഹീറോ ആയി മാറും. ഇവനെ ഛത്രപതി എന്ന് വിളിക്കും. അങ്ങനെ KGF എടുത്ത റോക്കി ബായിനെ പോലെ പുള്ളി നിൽക്കുമ്പോൾ അധീരയുടെ പോലെ ആ വില്ലൻ വരും, നമ്മുടെ ഗജനിയിലത്തെ വില്ലൻ. ഇതിന്റെ ഇടയിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ഹീറോന്റെ അനിയൻ ഇവൻ അവന്റെ ചേട്ടനാണെന്ന് തന്നെ മനസ്സിലാക്കി ആ വില്ലന്റെ ഒപ്പം ചേർന്ന് ഇവനെ കൊല്ലാൻ നോക്കും. എന്റെ വീക്ക്നെസ് ആയിട്ടുള്ള അമ്മേനെ വെച്ച് തന്നെ ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കും. ഇങ്ങനെ അവസാനം ഇവർ തമ്മിൽ ഒന്നിച്ചോ അത് ഇവനെ കൊന്നോ KGF പോലത്തുള്ള ആ സ്ഥലം വില്ലന് തിരിച്ചു കിട്ടിയോ എന്നൊക്കെ അറിയുന്നതാണ് കഥ. ഇനി കുരുവിയുടെ കഥ എടുത്തു നോക്കിയാൽ ഹീറോ ഒരു സാധാ ക്യാരക്ടർ, പേര് വെട്രിവേൽ. അച്ഛന് 3 ഭാര്യ, ചുറ്റും 10-16 എന്നും പറഞ്ഞു ഒരുപാട് പെങ്ങന്മാര്. ഹീറോന്റെ അച്ഛൻ കടം വാങ്ങി മുങ്ങിന്നാണ് എല്ലാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഈ കടമൊക്കെ അടയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹീറോ. പക്ഷെ ഇൻ റിയാലിറ്റി വില്ലന്മാരുടെ അടിമയായിട്ട് KGF പോലത്തെ ഒരു സെറ്റപ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും പുള്ളിയുടെ അച്ഛൻ. ഒരു പോയിന്റിൽ വെച്ച് സാഹചര്യങ്ങൾ കാരണം വില്ലന്മാരായിട്ട് ഹീറോ ഒരു ചെറിയ ക്ലാഷ് ഉണ്ടാവും. അപ്പോഴാണ് റിയാലിറ്റി എന്താണെന്ന് ഹീറോ അറിയുന്നത്. പിന്നെ KGFിലേക്ക് പോയ റോക്കി ബായുടെ പോലെ പുള്ളി നറാച്ചിയിലേക്ക് പോകുന്നു, ആ സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ പുള്ളി എങ്ങനെ അവിടുത്തെ ജനങ്ങളെ രക്ഷിച്ചു എന്നുള്ളതാണ് കഥ. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. വിജയണ്ണന്റെ അൺനെസറി ആയിട്ടുള്ള ചില പറക്കലൊഴിച്ചാൽ ഡീസന്റ് ഫസ്റ്റ് ഹാഫ്. പക്ഷെ ഗില്ലി വർക്കൗട്ട് ആവാനും കുരുവി വർക്കൗട്ട് ആവാതിരിക്കാനും ഛത്രപതി വർക്കൗട്ട് ആയതിനും പിറകിൽ വലിയൊരു കാരണമുണ്ട്, ബിലീവബിലിറ്റി. കുരുവിയിൽ വിജയുടെ ക്യാരക്ടർ ഒരു ചോസൻ വണ്ട പോലെയാണ്, പക്ഷെ അത് വർക്കൗട്ട് ആവില്ല നമുക്ക്. പക്ഷെ ഛത്രപതിയില് പ്രഭാസിന്റെ ക്യാരക്ടർ വില്ലന്മാരുടെ വിക്ടിമാണ്. വില്ലന്മാരുടെയും സിസ്റ്റത്തിന്റെയും വില്ലന്മാരുടെ ഇൻഫ്ലുവൻസും പവറിന്റെ അബ്യൂസും കാരണം പെട്ടുപോയ ഒരുപാട് ജനങ്ങളുടെ ഇടയിലുള്ള ഒരാളാണ് ഹീറോ. പിന്നെ ഇതിൽ ഒരു ക്യാരക്ടേഴ്സ് പോലും ഒരു പരിധി വിട്ട് കഴിഞ്ഞ് സ്വയം ബൂസ്റ്റ് ചെയ്യുന്നില്ല. അവരുടെ ആക്ഷൻസ് ആണ് അവർക്കുള്ള മാസ് ബിൽഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഛത്രപതിയിലത്തെ വില്ലന്മാർക്ക് വരെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അവരുടെ ഇൻട്രോസ് ഒക്കെ എന്തെങ്കിലും ഒരു വയലന്റ് ആയിട്ടുള്ള സാധനം ചെയ്തുകൊണ്ടായിരിക്കും. അതിൽ കൂടെ തന്നെ കൺവേ ആവുകയാണ് ഇവർ ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന്. പോരാത്തതിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ KGF പോലത്തെ സെറ്റപ്പ് ഉണ്ടല്ലോ, അവിടെ എന്തുകൊണ്ടാണ് വില്ലന്മാർ ഇതുവരെ ആരും എതിർക്കാതിരുന്നത്? കാരണം എതിർത്താൽ വില്ലൻ ഒരിക്കലും ആ എതിർത്ത ആളെ കൊല്ലില്ല, അയാളുടെ കൂടെയുള്ള ആൾക്കാരെ കൊല്ലും. സോ നമ്മൾ കാരണം ബാക്കിയുള്ളവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് എല്ലാവരും മിണ്ടാതിക്കും. ഈവൻ ഹീറോ വരെ അങ്ങനെയാണ് നിൽക്കുന്നത് ഒരു പോയിന്റ് വരെ. ഏറ്റവും വലിയ പ്ലസ് എന്താണെന്ന് വെച്ചാൽ പ്രഭാസ് തന്നെ ഒരു 6-6.5 ഇഞ്ച് ശരിക്കും ഒരു ഡൈനോസറിന്റെ പോലെ നമുക്ക് തോന്നും. പക്ഷേ ഈ പടത്തിൽ വില്ലന്മാരൊക്കെ അതിനേക്കാളും വലുതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ കൊല്ലുമ്പോൾ നമുക്കൊരു വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. വിജയണ്ണന്റെ സാധാരണ മാസ് കൊമേഴ്ഷ്യൽ പടങ്ങളിൽ വരെ ഐക്കോണിക് ആയിട്ടുള്ള മറക്കാൻ പറ്റാത്ത കുറെ ഡയലോഗ്സ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ കുരുവിയില് അങ്ങനത്തെ സംഭവങ്ങളില്ല. നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് കുറെ കോമഡി സീൻസ് മാത്രമാണ്. അതാണ് ഛത്രപതിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. രാജമൗലിയുടെ ഡാഡി, രാജമൗലിയുടെ എല്ലാ പടങ്ങളും എഴുതുന്നത് രാജമൗലിയുടെ അച്ഛൻ തന്നെ ആയിട്ടുള്ള V. വിജയേന്ദ്ര പ്രസാദാണ്. ഛത്രപതിയിൽ ഒരുപാട് ഐക്കോണിക് മൊമെന്റ്സ്, ഐക്കോണിക് ഡയലോഗ്സ് ഉണ്ട്. തെലുങ്കറിയാത്ത എനിക്ക് വരെ ഇന്റർവെല്ലിൽ പ്രഭാസ് പറയുന്ന ഡയലോഗ് കാണാപ്പാടം. പിന്നെ പതിവ് പോലെ രാജമൗലി സ്റ്റൈൽ ഇമോഷൻ ഉള്ളപ്പോഴാണ് ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നത് ഛത്രപതിയിൽ. എന്തൊരു ഇമോഷൻ, ഏതൊരു ഇമോഷന്റെയും റിസൾട്ടാണ് ഛത്രപതിയിൽ ഒരു ഫൈറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാ ഫൈറ്റും നെസസറി ആണ്, എല്ലാ ഫൈറ്റും നമുക്ക് വർക്കൗട്ട് ആവും. ബട്ട് ഇവിടെ എടുത്തു നോക്കിയാൽ കുരുവിയിൽ തുടക്കത്തിൽ ഹീറോയ്ക്ക് ഒരു ചെറിയ ഹ്യൂമിലിയേഷൻ പോലത്തെ ഒരു സംഭവം വരും, അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവും. ആ ഫൈറ്റ് ആണ് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുന്നത്. പോരാത്തതിന് എൻഡിങ്ങിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഫൈറ്റ് വരും. ഈ 2 സംഭവമായി വർക്കൗട്ട് ആവുന്നുള്ളൂ. BGM ആൻഡ് മ്യൂസിക്. രാജമൗലിയുടെ സ്ഥിരം ആളും വെല്ലിച്ചന്റെ മോനായിട്ടുള്ള കീർവാണി, ഓസ്കാർ വിന്നർ കീർവാണിയാണ് ഛത്രപതിയുടെ മ്യൂസിക്. പക്ഷെ ആ ഒറ്റ കാര്യത്തിലാണ് നമ്മുടെ കുരുവി ഇതിനേക്കാളും ഫാർ ബെറ്റർ. ഛത്രപതിയുടെ BGM ഒക്കെ കിടിലം BGM ആണ്. ഈ BGM എപ്പോ കേട്ടാലും ആരെങ്കിലൊക്കെ എടുത്തിട്ട് ഇരിക്കാന്നുള്ള ഒരു ഇമോഷൻ നമുക്ക് കയറി വരും. 2 ഐറ്റം സോങ്, 3 റൊമാൻറ്റിക് സോങ്, അങ്ങനെ പറഞ്ഞ് ഒരുപാട് പാട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു സാധാരണ കൊമേഴ്ഷ്യൽ പടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി കുരുവിയിലേക്ക് വരാണെങ്കിൽ വിദ്യാസാഗർ BGM ആൽബം എല്ലാം സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. ആ ടൈം ഓർമ്മയുള്ളവർക്ക് മനസ്സിലാവും, TV-ലൊക്കെ 3-4 പ്രാവശ്യമൊക്കെ ഒരു ദിവസം ഇന്നത്തെ പല പാട്ടുകളും വരുമായിരുന്നു. ആൻഡ് അണ്ണന്റെ ഇതുവരെയൊക്കെയുള്ള ബെസ്റ്റ് BGMസിൽ ഒരെണ്ണമാണ് ഇത്. ഛത്രപതിയിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറ്റിയത് സോങ് പ്ലേസ്മെന്റിലാണ്. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴേക്കും പെട്ടെന്നൊരു സോങ് വരും. പക്ഷെ അതൊക്കെ നമുക്ക് പിന്നെ ക്ഷമിക്കാൻ പറ്റും. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരു 1/2 മണിക്കൂറുണ്ട് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള മൊമെന്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു റൊമാൻറ്റിക് സോങ് വരും.
ഇങ്ങനെ പടത്തിന്റെ ആ ഒരു കണ്ടിന്യൂറ്റി പലപ്പോഴും ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട് ഇതുപോലത്തെ പല പാട്ടുകളും കാരണം. കുരുവിയുടെ സെക്കൻഡ് ഹാഫിൽ മുഴമുഴന്ത സോങ് ആ ഒരു അത്ര നെസസറി അല്ലെങ്കിലും അതൊക്കെ നമുക്ക് ക്ഷമിച്ചു വിടാവുന്നതാണ്. കുരുവി മിസ്റ്റേക്സ്. കുരുവിയുടെ സെക്കൻഡ് ഹാഫിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ സ്ലേവറി, ഇല്ലീഗൽ, ബ്ലഡ്, വയലൻസ് അങ്ങനെ കുറെ തീംസ് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും കയ്യിൽ പോയി. പിന്നെ ആ സെക്കൻഡ് ഹാഫ് പലപ്പോഴും ഫൺ ആൻഡ് ഹ്യൂമർ, റൊമാൻറ്റിക് അങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അതുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയ തീംസ് അല്ല ഇതിൽ പറയുന്നത്. ഇപ്പൊ ഗില്ലി എടുത്തു നോക്കിയാൽ മെയിൻ ഇവന്റ് കടന്നു വരുന്ന ഫൺ ആൻഡ് ഗെയിംസ് എല്ലാം ഉണ്ടാവും. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അതൊക്കെ മാറി അത്യാവശ്യം സീരിയസ് ആയിട്ട് ആ പടം പോകും. പിന്നെ ലൈറ്റ് ആയിട്ട് ലവ് വരും. ഗില്ലിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റും കൂടെ ആണല്ലോ ലവ്. ഇതൊന്നും ചെയ്യാതെ പ്രോപ്പർ ആയിട്ട് റൈറ്റ് വാങ്ങി ഛത്രപതി അതേ ബൈ ഷോട്ട് വേണമെങ്കിൽ ഇവിടെ എടുത്തു വെക്കായിരുന്നു. കാരണം വിജയണ്ണൻ അത്രയും സൂട്ടബിൾ ആയിട്ടുള്ള കഥയാണ് ഛത്രപതി. അങ്ങനെ എടുത്തു വെച്ചിരുന്നെങ്കിൽ വലിയൊരു ഹിറ്റ് ആവേനിയിരുന്നു. പക്ഷേ കുരുവി ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആണ്. ആ ടൈമിൽ മിക്സഡ് റിവ്യൂ കിട്ടിയതേ ഉള്ളൂ. വിജയ് മിസ്റ്റേക്സ്. പൊതുവെ വിജയണ്ണൻ ഒരു പടം റീമേക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ആ ഒറിജിനൽ പടത്തിന്റെ നായകന്റെ മാനറിസംസ്, ഡയലോഗ് ഡെലിവറി, മോഡുലേഷൻസ് ഇതൊക്കെ കോപ്പി അടിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട്. ഇതിലും ഷോട്ട് ബൈ ഷോട്ട് ആയിട്ടും പ്രഭാസിനെ പലപ്പോഴും കോപ്പി അടിക്കാൻ നോക്കിയിട്ടുണ്ട് പുള്ളി. പക്ഷെ വർക്കൗട്ട് ആയിട്ടുള്ള കാരണം പ്രഭാസും വിജയും ഒരിക്കലും ഫിസിക്കലി ചേരാത്ത ആൾക്കാരാണ്. അറ്റ്ലീസ്റ്റ് ഗില്ലിലി ചെയ്തപോലെ സ്വന്തം സ്റ്റൈലിൽ ചെയ്യായിരുന്നു. ബട്ട് പോക്കിരി വർക്കൗട്ട് ആയ പോലെ ഇത് വർക്കൗട്ട് ആയില്ല. വൈ അണ്ണൻ റീമേക്സ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും വിജയ് അണ്ണന്റെ ഫിൽമോഗ്രഫിയിലുള്ള പല പടങ്ങളും തെലുങ്ക് റീമേക്സ്. എന്താണ് പുള്ളി ഇങ്ങനെ ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പലർക്കും അറിയാത്ത പോലെ വിജയ് അണ്ണനും എന്റെ പോലെ തന്നെ തെലുങ്ക് സിനിമയുടെ പെദ്ദ ഫാൻ. അത്രയും വലിയ ആളായിട്ടും ഇത്രയും തിരക്കുകൾ ഉണ്ടായിട്ടും സാലാർ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഹൈദരാബാദിൽ പോയി കണ്ട മനുഷ്യൻ. തെലുങ്ക് സിനിമകളോട് അത്രയും ക്രേസ് ആണ് പുള്ളിക്ക്. ചുരുക്കി പറഞ്ഞാൽ ഒരു പക്ക മാസ് മസാല കൊമേഴ്ഷ്യൽ ആരാധകൻ. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, കുരുവി ആയിക്കോട്ടെ ഛത്രപതി ആയിക്കോട്ടെ ഈ പടം രണ്ട് പടവും ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ഇപ്പൊ ഇറങ്ങുന്ന നല്ല പടങ്ങൾ പോലും ഇത്ര എൻഗേജിങ് ആയിട്ട് ലാഗ് ഇല്ലാതെ കൊണ്ടുപോയിട്ടില്ല. ഈ രണ്ട് പടവും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ഫോണൊന്നും തൊട്ടുപോലും നോക്കിയിട്ടില്ല. ഏർലി 2000s ലേറ്റ് 2000s ഇറങ്ങിയ പടങ്ങളുടെ പ്രത്യേകത തന്നെ ഇതാണ്. നല്ല പടമാണോ അല്ലയോ, എൻഗേജിങ് ആയിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. പോകോ.